PSCC വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ഫൈസൽ. അപ്പോൾ കുട്ടികളെ എന്തൊക്കെ വിശേഷം? കുറെ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? ക്ലാസ്സുകളൊന്നുമില്ലേ, എന്താണ് ഇപ്പൊ ക്ലാസ്സുകൾ ഇടാത്ത സാർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്യണ്ടായിരുന്നു, മെസ്സേജ് അയക്കേണ്ടായിരുന്നു. അപ്പോൾ പുതിയ ചില തിരക്കുകൾ കൊണ്ടാണ് നമ്മൾ ചാനലിൽ പ്രോപ്പറായിട്ട് ക്ലാസ്സുകൾ ഇടാത്തത്. അപ്പോൾ ഇനി അങ്ങനെയല്ല, നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ക്ലാസ്സുകൾ ഇടുന്നതാണ്. ഇപ്പോൾ എല്ലാത്തിനും മാക്സിമം എല്ലാ വിഷയങ്ങളും ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പൊ ഇപ്പോ നിങ്ങൾക്കറിയാലോ, ഒരുപാട് PSC പരീക്ഷകൾ വരുന്നുണ്ട്. അതുപോലെ അടുത്ത കേറ്ററ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കുട്ടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കേറ്ററ്റ് അറബി LP UP അറബി കുട്ടികൾക്ക് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ക്ലാസ്സുകളാണ് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടുന്നത്. അവർക്ക് മാത്രമല്ല കേട്ടോ, അല്ലാതെ കേറ്ററ്റിന് പ്രിപ്പറേഷൻ നടത്തുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും പുറകെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. അതും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ട്രിക്സും ടിപ്സും കോഡും ഒക്കെ കണക്ട് ചെയ്യുന്ന ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ എഡ് സ്പാർക്ക് ലേണിംഗ് എന്ന് പറയുന്ന പുതിയൊരു ചാനൽ കൂടിയുണ്ട്. ആ ചാനൽ കൂടി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിലും നമ്മൾ ക്ലാസ് ഇടുന്നതായിരിക്കും ഈ പറഞ്ഞതുപോലുള്ള കേറ്ററ്റിന്റെ ക്ലാസ്സുകൾ. അതുപോലെ കേറ്ററ്റ് അറബി LP UP കേറ്ററ്റ് ഹിന്ദി സ്വീയിങ് ഇതിന്റെയൊക്കെ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ എന്ത് ചെയ്യുക, ആ ഒരു എഡ് സ്പാർക്ക് ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം അല്ലെ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേറ്ററ്റ് അറബി LP UP അറബിക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള അദബിലെ ക്ലാസ് ആണ്. ഒരു ക്ലാസ് ആണ് നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദബ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഒരുപാടുണ്ട് അല്ലെ, സമുദ്രം പോലെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുകയാണ്. ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ സാഹിത്യകാരന്മാരെ കണക്ട് ചെയ്ത് പഠിക്കുക, അവിടെ കൃതികൾ പഠിക്കുക, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ബുദ്ധിമുട്ടില്ല, നമുക്ക് എന്ത് ചെയ്യാം, ഇവരെയൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളും കഥകളൊക്കെ ആക്കിയിട്ട് കുറച്ചൊന്ന് കണക്ട് ചെയ്തിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലെ. പിന്നെ നമ്മൾ അദബിൽ തന്നെ ജാഹിലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ജാഹിലിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെറുതെ ഇങ്ങനെ നോട്ട്സ് വായിക്കുന്നേക്കാൾ നല്ലത് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ചെറിയ കണക്ഷൻസ് പറയുമ്പോൾ അത് കണക്ഷൻ ആയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, കാണുക, വേറെ കാര്യങ്ങളായിട്ടൊന്നും കാണണ്ട എന്നർത്ഥം. ഇവിടെ ജാഹിൽ എന്നുള്ളൊരു പേരാണല്ലോ, ജാഹിൽ എന്നുള്ള പേരിന് അതിന് സിമിലർ ആവുന്ന ഒരു പേരാണ് ജാഹില് എന്ന് പറയുന്നത്. ജാഹില് എന്താണ്? ജാഹില്. ജാഹില് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് ജാഹിൽ എന്ന് പറഞ്ഞാല്? ജാഹിൽ എന്ന് പറഞ്ഞാല് വിഡ്ഢി, വിവരമില്ലാത്തവൻ എന്ന് പറയില്ലേ, ജാഹിലാണ്, പടു ജാഹിലാണെന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പൊ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കുറച്ച് പോയിന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. അങ്ങനെ കുറച്ച് പോയിന്റ്സ് നമുക്ക് പോയി നോക്കാം. ഈ ജാഹില് എന്ന് പറഞ്ഞാല് നമ്മൾ പറയില്ലേ, എന്താണ് ജാഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെ അറിവില്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത, അറിവില്ലാത്ത ഒരു വിഡ്ഢി, അങ്ങനെയാണ് പറയുന്നത് അല്ലെ. ഇപ്പം എഴുതാനും വായിക്കാനും ഒന്നും അറിയില്ല, ഒരു എഴുത്ത് എഴുതാൻ പോലും അറിയാത്ത ഒരു മനുഷ്യനാണ് ജാഹിൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എഴുത്ത് എഴുതാൻ അറിയാത്തൊരു ജാഹിലാണല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റസായിലുമായിട്ട് കണക്ട് ചെയ്തു അല്ലെ. ലെറ്ററിന് എന്താ പറയാ, റിസാലത്ത് അല്ലെ. അതുപോലെ റസായില് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഫന്നു റസായിലാണ് ജാഹിലുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ടോ. ഫന്നു റസായില്, ഫന്നു റസായിൽ. ഓക്കെ, അത് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ നമ്മള് ജാഹിലിനെ കാണുമ്പോ നമ്മൾ എന്താ പറയാ, ഒരു ജാഹിലിനെ കാണുമ്പോ അമ്പട ജാഹിലേ, അമ്പട ജാഹിലേ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പൊതുവെ എങ്ങനെ, കാരണം അറിവില്ലാത്ത, ചിലപ്പോൾ വലിയ വിഡ്ഢിത്തരങ്ങളും പറയും, അബദ്ധങ്ങളും പറയുമ്പോൾ ആ നിലക്ക് അമ്പട ജാഹിലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഈ അമ്പട എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാം അബ്ബാസിയ കേട്ടാ. അബ്ബാസിയ കാലഘട്ടത്തിലെ ഒരു സാഹിത്യകാരനാണ് ജാഹിൽ. അപ്പൊ അമ്പട ജാഹിലെ എന്ന് പറയുന്നത് നമ്മൾ അമ്പട എന്നുള്ളത് അബ്ബാസിയ കാലഘട്ടമാക്കി. അപ്പൊ അബ്ബാസിയ കാലഘട്ടത്തിൽ വരുന്ന ഒരു സാഹിത്യകാരനാണ് ജാഹിൽ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ പഠിക്കണമെന്ന് അറിയാമോ? ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ചില സാഹിത്യകാരന്മാർ തന്നിട്ട് ഇവര് ഏത് കാലഘട്ടത്തിലുള്ളതാണ്, അബ്ബാസിയയിലുള്ളതാണോ, അമവിയയിലുള്ളതാണോ, അല്ലെങ്കിൽ ജാഹിലിയയിലുള്ളതാണോ ചോദിക്കാറുണ്ട്. അപ്പൊ കുട്ടികൾക്ക് സംശയം വരും. ആ സംശയം മാറുന്നതിന് വേണ്ടി നമ്മൾ എന്തെന്ന് പറയുന്നു, അമ്പട ജാഹിലെ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായത് അബ്ബാസിയ കാലഘട്ടത്തിലെ കവിയാണെന്ന് പറഞ്ഞു അല്ലെ, ഒരു സാഹിത്യകാരനാണെന്ന് പറഞ്ഞു. കവി അല്ല, ഒരു സാഹിത്യകാരനാണെന്ന് പറഞ്ഞു. അപ്പോ അത് കണക്ട് ചെയ്ത് ഒന്നാമത്തെ പോയിന്റ് കിട്ടിയല്ലോ. ഇനി രണ്ടാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറയുക, ജാഹിൽ എന്ന് പറഞ്ഞാൽ എഴുത്തും വായനയും അറിയാത്ത ഒരാള്. അതുകൊണ്ട് തന്നെ എന്താണ്, റസായിലുമായി, ഫന്ന് റസായിലുമായിട്ടാണ് ജാഹിലിന് ബന്ധമുള്ളത്. ഏതാണ്? ഫന്ന് റസായിലുമായിട്ടാണ് ജാഹിലിന് ബന്ധമുള്ളത്. കിട്ടിയല്ലോ.
ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. രണ്ട് കാര്യം പഠിച്ചു. അബ്ബാസിയ കാലഘട്ടത്തിലെയാണ്, ഫന്ന് ജാഹിലിയാണ്. ഇനി അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാം, ഒന്നാം അബ്ബാസിയ കാലഘട്ടം, രണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ ഇദ്ദേഹം വരുന്നത് എന്താണ്? എപ്പോഴും അറിവില്ലാത്ത ആൾ എന്തായിരിക്കും? എഴുത്തും വായനയും ഇല്ലാത്ത ജാഹിലിയായിട്ടുള്ള ആള് രണ്ടാമനായിരിക്കും. ഒന്നാമതായി വരുമോ? ഇല്ല. ഒന്നാമത് പഠിപ്പും വിവരവും ഒക്കെ ഉള്ള ആളുകളായിരിക്കും ഒന്നാമതായിട്ട് വരുന്നത്. മറ്റ് വിവരമില്ലാത്ത അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾ രണ്ടാമതായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒന്ന് ഓർത്ത് കണക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹം അസ്ൽ അബ്ബാസിയ കാലഘട്ടത്തിലുള്ളതാണ്. മാത്രമല്ല ഇമാമുൽ ഉദബാഉ ഫിൽ അസ്ൽ അബ്ബാസി സാനി, കേട്ടോ, രണ്ടാം അബ്ബാസിയ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരുടെ നേതാവാണ് ഇദ്ദേഹം, കേട്ടോ. സാഹിത്യകാരന്മാരുടെ ഒരുപാട് കഴിവുള്ള, ഒരുപാട് നല്ല നല്ല കൃതികൾ നൽകിയിട്ടുള്ള ഒരു സാഹിത്യകാരാണ് ജാഹിൽ, കേട്ടോ. നമ്മളിത് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഇമാമുൽ ഉദബാഉ ഫി അസ്ൽ അബ്ബാസി സാനി, കണ്ടോ, രണ്ടാം അബ്ബാസിയ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? രണ്ടാമനാണ്, എല്ലാത്തിലും രണ്ടാമനാണ് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് ഫന്നു റസായില്, എഴുത്തുമായി ബന്ധപ്പെട്ട, എഴുത്ത് കലയുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ പറയുന്നുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ട് വരുന്ന, ആ കലയുമായി ബന്ധപ്പെട്ട് വരുന്ന ആര്? ജാഹിൽ. അപ്പൊ ജാഹിൽ കൂടുതൽ മികച്ചു നിൽക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഫന്നു റസായില് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞു, ജാഹിലിനെ ജാഹിൽ എന്ന പദവുമായിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പൊ ജാഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് അറിവില്ല, വിവരമില്ല. ആ അറിവും വിവരം ഇല്ലാത്തത് കൊണ്ട് എന്തില്ല അവർക്ക്? ഉൾക്കാഴ്ചയില്ല, കേട്ടാ. ഉൾക്കാഴ്ചയില്ല. കാരണം അങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ജ്ഞാനമില്ലാത്തത് കൊണ്ട്, നോളജ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഉൾക്കാഴ്ചയില്ല. അപ്പൊ കാഴ്ച എന്ന് പറയുന്നത് നമുക്കറിയാം ബസ്വറ, അല്ലെ? കാഴ്ച എന്ന് പറഞ്ഞാൽ ബസ്വറ, അറിവില്ലാത്തത് കൊണ്ട് ഉൾക്കാഴ്ചയില്ല. അപ്പോ ബസ്വറ എന്ന് നമുക്ക് പറയാം, ബസ്വറ എന്നൊന്ന് പറയാം. അപ്പൊ എന്ത് മനസ്സിലായി? കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും, അല്ലെ? ഇദ്ദേഹം ജനിച്ചതും വളർന്നതും മരിച്ചതും ഒക്കെ ബസ്വറയിലാണ്, കണ്ടോ. ഉലിദ വതൂഫിയ, ഉലിദ വനശഅ വതൂഫിയ ഫിൽ ബസ്വറ. ബസ്വറയിലാണ് ഇദ്ദേഹം ജനിച്ചത്, വളർന്നത്, മരണപ്പെട്ടത്. കിട്ടിയല്ലോ. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്തു? ജാഹിലികളായിട്ടുള്ള ആളുകൾക്ക് അറിവില്ലാത്തത് ഉണ്ട്, ഉൾക്കാഴ്ച ഉണ്ടാവില്ല, ബസ്വറ ഉണ്ടാവില്ല എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ സ്ഥലം മറക്കില്ല, ജനിച്ച സ്ഥലം മറക്കില്ല, മരണപ്പെട്ട സ്ഥലം മറക്കില്ല. പക്ഷേ ഉൾക്കാഴ്ചയില്ലെങ്കിലും പുറമേ നല്ല കണ്ണുണ്ട്, ഉള്ളിൽ കണ്ണില്ലെങ്കിലും ഉൾക്കാഴ്ചയില്ലെങ്കിലും പുറമേ നല്ല കണ്ണുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കണ്ണിന്റെ ഒരു പ്രത്യേകതയാണ്, കണ്ണിങ്ങനെ തള്ളി നിൽക്കുന്നു. അതുകൊണ്ടാണ് ജാഹിൽ എന്ന് പറയാൻ കാരണം. ജാഹിൽ എന്ന വാർത്തയുടെ അർത്ഥം അതാണ്, കണ്ണിങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വികൃതമായ, ഭീകരമായിട്ടുള്ള രൂപമായിട്ട് തോന്നും. അങ്ങനെ പേടിച്ചു പോയ സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുക, അറിവില്ലാത്തത് കൊണ്ട് ബസറില്ല, ഉൾക്കാഴ്ചയില്ല, പക്ഷെ കണ്ണാണെങ്കിൽ ഇങ്ങനെ പുറത്തെ കണ്ണാണ് തള്ളി നിൽക്കുന്നു എന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത് എന്ന്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു അറിവ് കിട്ടണമെങ്കിൽ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇദ്ദേഹം ഒരു ബഹറിൽ പോയി, ബിൽ ജാഹിൽ ഐനൈഹി. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് ജാഹിൽ എന്ന പേര് കിട്ടിയെന്ന് പറഞ്ഞു, അല്ലെ? ജാഹിൽ എന്ന പേര് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പൊ ജാഹിൽ എന്നല്ല യഥാർത്ഥ പേര്. അപ്പൊ യഥാർത്ഥ പേര് നമ്മൾ പഠിച്ചു വെക്കണം, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പറയും? ഇപ്പൊ ജാഹിലാണെന്ന് പറഞ്ഞു, അറിവില്ലാത്ത ആളാണെന്ന് പറഞ്ഞു, വിവരമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ മാറണമെങ്കിൽ, ഉൾക്കാഴ്ച കിട്ടണമെങ്കിൽ, അറിവുണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിദ്യയുടെ, അറിവിന്റെ ബഹറിൽ പോയി എന്ന് കുടിക്കണം, അല്ലേ? ബഹർ എന്ന് പറഞ്ഞാൽ കടല്, സമുദ്രം, അല്ലെ? അവിടെ പോയി, അറിവിന്റെ സമുദ്രം. നമ്മൾ എപ്പോഴും അറിവിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനല്ലേ, വിശാലമായി കിടക്കണം, സമുദ്രം പോലെ വിശാലമായി കിടക്കണം. അറിവിനെ കുറിച്ച് പറഞ്ഞു, സമുദ്രം പോലെ വിശാലമായിട്ട് കിടക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു ബഹറിൽ പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? കുടിച്ചു കഴിഞ്ഞാല് ജാഹില് എന്ന് പേര് മാറിക്കിട്ടും. അപ്പൊ നമുക്ക് യഥാർത്ഥം നാം കണക്ട് ചെയ്യാം. അമ്രുബിന് ബഹർ, അല്ല, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹറിൽ പോയി എന്ന് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അവരുടെ ആ വിവരമില്ലായ്മയൊക്കെ മാറും. ബഹർ, ഇൽമാകുന്ന ബഹർ, കേട്ടോ, അങ്ങനെ കണക്ട് ചെയ്യണം. ഇൽമാകുന്ന ബഹറിൽ എന്ന് പറഞ്ഞ് കുടിക്കണം. അപ്പോ യഥാർത്ഥ പേര് അബൂ ഉസ്മാൻ അമ്രുബിന് ബഹർ, കേട്ടോ. അമ്രുബിന് ബഹർ ചോദിക്കാൻ, ജാഹിലിന്റെ യഥാർത്ഥ നാമം എന്ന് ബഹറിൽ പോയിട്ട് എന്ന് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ ജാഹില് എന്നുള്ള ഇത് മാറും, വിഡ്ഢി എന്നുള്ള, അറിവില്ലാത്തതിനുള്ള മാറും. അപ്പൊ നമുക്ക് കണക്ട് ചെയ്തു, അമ്രുബിന് ബഹർ എന്നാണ് പേര്, അബൂ ഉസ്മാൻ അമ്രുബിന് ബഹർ. അദ്ദേഹത്തിന്റെ കുനിയത്താണ് അബൂ ഉസ്മാൻ എന്ന് പറയുന്നത്, കേട്ടോ. കുനിയത്താണ് അബൂ ഉസ്മാൻ, അമ്രുബിന് ബഹർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കിട്ടിയല്ലോ, കണക്ട് ചെയ്യാൻ പറ്റിയല്ലോ. ഓക്കെ, ഇനി നമ്മള് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന് മുഅല്ലഫാത്തുകളാണ് പഠിക്കുന്നത്. ഇത്രയും പോയിന്റ്സുകൾ കണക്ട് ചെയ്ത് ഓർക്കണം, കേട്ടോ.
മുഅല്ലഫാത്തുകളാണ് പറയുന്നത്. അപ്പൊ വീണ്ടും കണക്ട് ചെയ്യുന്ന ആ ഒരു ജാഹിൽ എന്നുള്ള സംഭവത്തിൽ നിന്നാണ് നമ്മൾ കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ജാഹിലായിട്ടുള്ള ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? എല്ലാവരും പരിഹസിച്ചു അല്ലെ? പുറത്തേക്ക് കണ്ണിൽ നിൽക്കുന്ന വിവരമില്ലാത്ത വിഡ്ഢിയായിട്ടുള്ള ഒരാളല്ലേ? അപ്പൊ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് ഇദ്ദേഹം തീരുമാനിച്ചു, ഇദ്ദേഹത്തിന് ഒരു ഹയവാനുണ്ട്, ഒരു മൃഗം. ഒരു ഹയവാനുമായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു താജ് ഹോട്ടലിൽ പോകാൻ തീരുമാനിച്ചു. താജ് ഹോട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ പേര് കേട്ടൊരു ഹോട്ടലാണ് കേട്ടോ. ആ താജ് ഹോട്ടലിൽ തന്റെ ഹയവാനുമായിട്ട് ഹയവാൻ എങ്ങനെ കൈപിടിച്ച് നടത്തിയെന്നല്ല കൊണ്ടുപോകുന്നത്, സയ്യാറ കാറിലാണ് ഹയവാനെ കൊണ്ടുപോകുന്നത്. അപ്പൊ ആ രംഗം ഒന്ന് ആലോചിച്ച് നോക്കിയ നിങ്ങള്. ഹയവാനിനെ സയ്യാറയിൽ കാറിൽ എന്ത് ചെയ്യാണ്? താജ് ഹോട്ടലിൽ ഒരു ചായക്ക് തന്നെ എത്ര വിലയാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ ഒരു ചായക്ക് തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് കാലിയാവും. അപ്പൊ ആ താജ് ഹോട്ടലിൽ ഒരു ഹയവാനെ സയ്യാറയിൽ എന്ത് ചെയ്യുന്നു? കൊണ്ടുപോകുന്നു. ആലോചിച്ച് നോക്കി. ഇത് കാണുമ്പോ അസൂയക്കാർ പറയും, ഇതെന്ത് തലക്ക് ഭ്രാന്തായ, നിന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ട്, അസൂയക്കാർ പറയും അല്ലെ? ഹാസിദീങ്ങൾ പറയും. നമ്മൾ അത്രയും സംഭവം വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞത്? കിതാബുൽ ഹയവാൻ, ഹയവാനുമായിട്ട് പോവുകയാണ്. ഏതോ ഒരു ഹയവാൻ, അത് പട്ടിയാകാം പൂച്ചയാകാം, ഹയവാൻ എന്ന് ഓർത്തു പോകങ്ങൾ. കിതാബുൽ ഹയവാൻ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു രചനയാണ്. ആ ഹയവാനിനെ എങ്ങനെയാണ് നടത്തിയാണോ കൊണ്ടുപോയത്? അല്ല, എങ്ങനെയാണ്? സയ്യാറയിലാണ് ട്ടെ. സയ്യാറ എന്ന് പറഞ്ഞ കാർ. അപ്പൊ ആ സയ്യാറയെ നമ്മൾ കണക്ട് ചെയ്യുന്നത് സയ്യാത്തുമായിട്ടാണ്. ഇബ്നു സയ്യാദ്. എന്താണ് ഇബ്നു സയ്യാത്തുമായിട്ട് ഈ ഹയവാന് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കിതാബുൽ ഹയവാൻ എന്ന് പറയുന്ന ഈ ബുക്ക്, ഈ കൃതി അദ്ദേഹം നമ്മുടെ അദ്ദേഹം എന്ത് ചെയ്തു? ഇബ്നു സയ്യാത്തിന് സമ്മാനമായിട്ട് കൊടുത്താണ്. ഇബ്നു സയ്യാത്തിന് സമ്മാനമായിട്ടാണ് കിതാബുൽ ഹയവാൻ എന്നുള്ള പുസ്തകം കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ചോദ്യം വരാം, ആർക്കാണ് ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത്? ഇദ്ദേഹമാണ് ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ മലിക് എന്ന് പറയുന്ന രാജാവിന്റെ വസീറാണ് കേട്ടോ, മന്ത്രിയാണ്. മുഹമ്മദ് ബിനു അബ്ദുൽ മലിക്, ഓർത്തു വെക്കുക. മുഹമ്മദ് ബിനു അബ്ദുൽ മലിക്കിന്റെ വസീർ എന്ന് പറഞ്ഞ മന്ത്രി കേട്ടോ. ആ വസീറിന് ആണ് ഇത് എന്ത് ചെയ്തിട്ടുള്ളത്? സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ പറഞ്ഞത് അബ്ദുൽ മലിക്. ഓക്കെ, അബ്ദുൽ മലിക്. ഓക്കെ. അപ്പൊ ആ സയ്യാത്തിന് എന്താണ്, ആ ഇബ്നു സയ്യാത്തിന് സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ ഹയവാൻ. അപ്പൊ നമ്മൾ ചെയ്ത് ആ ഹയവാനെ സയ്യാറത്തിലാണ് കൊണ്ടുപോകുന്നത്. എവിടെയാ കൊണ്ടുവന്നത്? താജ് ഹോട്ടലിൽ അല്ലേ? താജ് ഹോട്ടലിൽ കൊണ്ടുപോകും. കിതാബ് താജ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. കിതാബ് താജ് എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. അപ്പൊ ഈ ഒരു കാഴ്ച കണ്ട് അസൂയക്കാർക്ക് അസൂയ വന്നു, ഹാസിദീങ്ങൾക്ക് അല്ലെ? അൽ ഹാസിദ് വൽ മഹ്സൂദ്, അൽ ഹാസിദ് വൽ മഹ്സൂദ് എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ് കേട്ടോ. കിതാബുൽ ഹയവാൻ പഠിച്ചു, കിതാബ് താജ് പഠിച്ചു, അൽ ഹാസിദ് വൽ മഹ്സൂദ് എന്നുള്ള ഗ്രന്ഥവും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. എന്നിട്ട് ആ താജ് ഹോട്ടലിൽ കയറിക്കൊണ്ട്, പൊതുവെ പറയാലോ എല്ലാ ഹോട്ടലിലും എന്താണ്, ബയ്യമാരായിരിക്കും. അപ്പൊ അവിടെ വിളിക്കുകയാണ്, ബയ്യ താ ബയ്യ, എന്തെങ്കിലും താ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിന് അങ്ങനെ വിവരമൊന്നുമില്ലല്ലോ. അപ്പൊ വിവരമില്ലാത്തത് കൊണ്ട് എങ്ങനെ വിളിക്കണമെന്ന് അറിയില്ല. അപ്പൊ ബയ്യ താ ബയ്യ എന്ന് കണക്ട് ചെയ്യാം. ജാഹിലായിട്ടുള്ള ഒരാളായതുകൊണ്ട് അത്രത്തോളം ഒരു കൾച്ചറൽ സംസാരത്തിൽ കാണുള്ളൂ. അപ്പോ അൽ ബയാൻ വ തബീൻ, ബയ്യ താ ബയ്യ എന്ന് കണക്ട് ചെയ്ത് നമ്മൾ അൽ ബയാൻ വ തബീൻ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമാണ്. അപ്പൊ ജാഹില് ആയിട്ടുള്ള ഒരാള് ഹോട്ടലിൽ കയറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ എന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓർക്കുക. അൽ ബയാൻ വ തബീൻ എന്ന് വിളിച്ചു. അങ്ങനെ ബയ്യ താ ബയ്യ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതായപ്പോ ആ ബയ്യയുടെ പേര് വിളിക്കുകയാണ്, സിഹിർ ബയ്യ കണ്ടാ, പേര് വിളിക്കുകയാണ് സിഹിർ ബയ്യ. അപ്പൊ സിഹിറുൽ ബയാൻ എന്ന് പറയുന്നതും ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയാണ്. എന്തെന്ന് പറഞ്ഞിട്ടാ വിളിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? താറാവ് കറി കേട്ടോ, താറാവ് കറിയാണ് ഇദ്ദേഹത്തിന് വേണ്ടത്. അപ്പൊ താറാവ് കറിയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. റിസാലത്തു തർബിയ, താറാവ് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുക കേട്ടാ. റിസാലത്തു തർബിയ വ തദ്വീർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസാലയാണ്. വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. റിസാലകൾ വേറെ ഉണ്ട്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്താണ് റിസാലത്തു തർബിയ വ തദ്വീർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കാലോ. അപ്പൊ കിട്ടിയല്ലോ. അപ്പോ എന്താണ് ഈ ബയ്യ ഇത്രയും സമയം എടുത്തതെന്ന് അറിയാമോ കൊടുക്കാൻ? ഇദ്ദേഹം ഒരു പിശുക്കൻ ആയതുകൊണ്ടാണ്. ഹോട്ടലിൽ കയറിയ പൈസ കൊടുക്കില്ല. അപ്പൊ പിശുക്കൻ അല്ലെ, ബുഹ്ല്. പിശുക്കൻ എന്താ പറയാ? ബുഹ്ലല്ലേ. പിശുക്കൻ ആയത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഹോട്ടലിൽ കയറിയ വേണ്ടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ സപ്ലയർ വരും, നമ്മൾ ഓർഡർ കൊടുത്താൽ മതി. പക്ഷെ ബയ്യ താ ബയ്യ എന്ന് പറഞ്ഞ് വിളി കേട്ടില്ല. അപ്പൊ സിഹിർ ബയ്യ എന്ന് വിളിച്ചു. സിഹിർ ബയ്യ എന്ന് വിളിച്ചിട്ട് താറാവ് കറി ഓർഡർ ചെയ്യാണ്. കൊടുക്കാത്ത കാരണം ഇദ്ദേഹം ഒരു ബുഹ്ൽ ആയതുകൊണ്ട്, ഇദ്ദേഹം ഒരു പിശുക്കുള്ളതുകൊണ്ട്. അപ്പൊ കിതാബുൽ ബുഖല എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്.
അതുപോലെ റിസാലത്ത് തർബിയ വ തദ്വീർ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ്. ഓക്കെ, അപ്പൊ അത്രയും അങ്ങനെ കണക്ട് ചെയ്തിട്ട് പോകാം കേട്ടാ. അതുപോലെ കിതാബുൽ മഹാസിൻ വൽ അലുദാദും ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. കിതാബുൽ മഹാസിൻ വൽ അലുദാദ്, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കേട്ടാ. ഇപ്പൊ എല്ലാം ഇങ്ങനെ ഓർത്ത് വെക്കുക, എല്ലാം ലിദ്ദായിട്ട് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന, വിവരമില്ലെങ്കിൽ ജാഹിലത്ത് ആണ് എങ്കിൽ, അറിവില്ലെങ്കിൽ എല്ലാം വിപരീതമായിട്ട് എന്ത് ചെയ്യുള്ളൂ, പ്രവർത്തിക്കുകയുള്ളൂ എന്ന് അങ്ങനെ കണക്ട് ചെയ്യുക. അപ്പൊ ഒന്ന് നോക്കി, കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു പോയിന്റ്സ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് ജാഹിൽ അല്ലെ, പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ജാഹിൽ എന്താണ്? ജാഹിലിന്റെ ശരിയായിട്ടുള്ള പേര് ഏതാണ്? അറിവാകുന്ന കടലിൽ എന്ന് പറഞ്ഞ കോരി കുടിക്കണം അല്ലെ. അപ്പൊ അബൂ ഉസ്മാൻ അംറുബിന് ബഹർ എന്നാണ് യഥാർത്ഥ നാമം. ജനിച്ചതും മരിച്ചതും ബസ്വറയിലാണ് അല്ലെ. ജാഹിലായതുകൊണ്ട് ഉൾക്കാഴ്ചയില്ല. പിന്നെ ജാഹിൽ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താണ്? കണ്ണുകൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇദ്ദേഹം എന്താണ്? ഇദ്ദേഹം എപ്പോഴാണ് അമ്പട ജാഹിലേ എന്നാണ് നമ്മൾ കണക്ട് ചെയ്തത്. അപ്പോ അബ്ബാസിയ സാനിയിലെ, എപ്പോഴും ജാഹിലായിട്ടുള്ള ആൾ ഒന്നാമത് അല്ല രണ്ടാമതേ വരുള്ളൂ. അപ്പോ അബ്ബാസിയ സാനിയിലെ ഇമാമുൽ ഉദബ എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. ഫന്നുർ റസായിലാണ് മെയിൻ ആയിട്ട് ഇദ്ദേഹം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? ഇദ്ദേഹത്തിന്റെ കൃതികളാണ് അല്ലെ. കിതാബു താജ്, കിതാബുൽ ഹയവാൻ ഇബ്നു റയ്യാദിന് കൊടുത്തിട്ടുള്ള ഗ്രന്ഥമാണ്, സമ്മാനമായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ അൽ ബയാൻ വ തബീൻ എന്ന് പറയുന്നതും, പിന്നെ സിഹ്റുൽ ബയാൻ എന്ന് പറയുന്ന ഗ്രന്ഥവും, പിന്നെ താറാവ് കര റിസാലത്ത് തർവീ എന്ന് പറയുന്ന ഗ്രന്ഥം. ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കിതാബുൽ ബുഖല, ഇതൊക്കെ എന്താണ് ഓർത്ത് വെക്കുക. അപ്പൊ താറാവ് കറി എന്ന് പറയുമ്പോൾ ആ താറാവിന്റെ മനസ്സിലായാലും റിസാലത്ത് തർബിയ എന്നുള്ള ആ ഒരു വേർഡ് നമ്മുടെ മനസ്സിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ മനസ്സിലേക്ക് പോരുമ്പോ തദ്വീർ എന്ന് പറയുന്നത്, റിസാലത്ത് തർബിയ തദ്വീർ എന്ന് പറയുന്ന ഒരു ഭാഗവും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും ജാഹിലുമായിട്ട് കണക്ട് ചെയ്യുന്ന പോയിന്റ്സുകൾ. പിന്നെ ഇദ്ദേഹം മരണപ്പെട്ടത്, ഇദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ, കണ്ണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു വികൃത രൂപമായതുകൊണ്ട് ആളുകൾ ഇങ്ങനെ കളിയാക്കുകയും പേടിച്ചോടുകയും ചെയ്യുന്നതുകൊണ്ട് അധികം ഇദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുണ്ടായിരുന്നില്ല, വീടിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അങ്ങനെ ഒത്തിരി ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ എഴുതി അവസാനം ഗ്രന്ഥങ്ങൾ തലയിൽ വീണിട്ട് തന്നെയാണ് ഇദ്ദേഹം മരണപ്പെട്ടത് എന്നും ചരിത്രകാരന്മാർ എന്ത് ചെയ്യുന്നുണ്ട്, പറയപ്പെടുന്നത്. അത്രത്തോളം രചനകൾ ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങളൊക്കെ തലയിലേക്ക് വീണിട്ടാണ് മരണപ്പെട്ടതെന്നും പറയപ്പെടുന്നു. ഓക്കെ, അപ്പോ ഇതാണ് പ്രധാനമായിട്ടും കണക്ട് ചെയ്യുന്ന കാര്യം. കേറ്ററ്റ് അറബി, LP UP അറബി കുട്ടികൾക്ക് അവർക്ക് യൂസ്ഫുൾ ആകുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ ഒരു വിശ്വാസത്താൽ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതേപോലെ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ നമ്മുടെ ബാച്ചുകൾ ഇവിടെ നടക്കുന്നുണ്ട്. കേറ്ററ്റ് 3-4 അറബിക്കിന്റെ ബാച്ചുകളും, അതുപോലെ ഹിന്ദി സ്വീയിങ്ങിന്റെ ബാച്ചുകളും ഒക്കെ നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. കോഡിലൂടെ അല്ലെങ്കിൽ കണക്ട് ചെയ്തുകൊണ്ട് ടിപ്സിലൂടെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഓർത്തു വെക്കാൻ തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ അധികം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആളുകൾ, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന സ്ക്രീനിന്റെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത ബാച്ച് നമ്മൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. അടുത്ത ദിവസം പുതിയ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എഡ്സ്പാർക്ക് ലേണിംഗ് എന്ന് പറയുന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.